ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാദേവൻ തപസ് ചെയ്യുകയാണ്. കുമാരജനനം അത്യാവശ്യമായിരിക്കുന്നു. ഭഗവാന്റെ മനസ്സ് ദേവിയിലേക്ക് ആകൃഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഭഗവാൻ നാരായണൻ്റെ ഉപദേശമനുസരിച്ച് കാമദേവനെ നിയോഗിക്കുന്നു. മറ്റുള്ളവരുടെ മനസ്സുകളെ മതിപ്പിച്ചു പോരുന്നവനാണ് മന്മഥൻ. മനസ്സിൻ്റെ മഥനത്തിൽ നിന്ന് ഉത്ഭവിച്ചവനെന്നും അർത്ഥമുണ്ട്. മഹാവിഷ്ണുവിൻ്റെ മനോമഥനത്തിൽ നിന്നാണ് മന്മഥൻ്റെ ഉദ്ഭവം. കാമപ്രേമ ചപല ചിന്തകളുടെ ഉറവിടമായ മനസ്സിൽ നിന്ന് ജനിച്ചതിനാലാകണം അത്തരം വികാരങ്ങളുടെ അധിദേവനെന്ന സ്ഥാനം കാമദേവന് ലഭിച്ചത്. മനോവതി നഗരത്തിൽ എത്തിച്ചേർന്ന ബ്രഹ്മാവ് തൻ്റെ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് മന്മഥനെ സ്മരിച്ചു. ബ്രഹ്മദേവന്റെ മനോഗതി അറിഞ്ഞ കാമദേവൻ പച്ചക്കിളികളെ പൂട്ടിയ തൻ്റെ തെന്നൽ രഥത്തിൽ കയറി ബ്രഹ്മസഭാമണ്ഡലത്തിലെത്തി. ബ്രഹ്മദേവനെ വന്ദിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ സ്മരിച്ചതിൻ്റെ കാരണമെന്തെന്ന് തിരുവുള്ളമുണർത്താൻ അപേക്ഷിച്ചു. സ്മരണ മാത്രയിൽ തന്നെ തൻ്റെ മുമ്പിൽ എത്തിച്ചേർന്ന കാമദേവനെ അഭിവാദനം ചെയ്തുകൊണ്ട് ബ്രഹ്മദേവൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മന്മഥ, ദേവന്മാരും മഹർഷിമാരും അനുഭവിച്ചു പോരുന്ന തീരാ ദുരിതങ്ങൾക്ക് ഒരറുതി വരുത്തേണ്ടുന്ന സമയമായിരിക്കുന്നു. നിന്റെ സഹായമുണ്ടെങ്കിൽ അവരുടെ യാതനകൾക്ക് എന്നേക്കുമായി പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നറിയുക. ഈ വാക്കുകൾ കേട്ട് ആശ്ചര്യത്തോടെ തന്നെ നോക്കി നിന്ന കാമദേവനോടായി ബ്രഹ്മദേവൻ തുടർന്നു: അതെ, ഇത് അങ്ങയുടെ നിയോഗമാണ്. കൈലാസാദ്രിയിൽ അരയാൽ വൃക്ഷത്തണലിൽ മൗനിയായി തപസനുഷ്ഠിച്ചു വരുന്ന ശ്രീ പരമേശ്വരൻ്റെ നേർക്ക് അങ്ങ് തൻ്റെ പുഷ്പബാണങ്ങൾ അയച്ച് അദ്ദേഹത്തെ വിരഹതപ്തനാക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ശ്രീ പാർവതീദേവിയിൽ അനുരാഗം ജനിക്കും. തുടർന്ന് ശിവപാർവതീ പരിണയവും നടക്കും. പിന്നീട് കുമാരസംഭവവും നടക്കും. അതോടെ നമുക്കനുഭവിച്ചു വന്നിരിക്കുന്ന തീരാ ദുഃഖത്തിന് പരിഹാരമുണ്ടാകും. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട കാമദേവൻ ഇതികർത്തവ്യമൂഢനായി നിന്നുപോയി. ശ്രീ പരമേശ്വരന്റെ നേർക്ക് ബാണങ്ങൾ അയക്കാൻ മാത്രം ധിക്കാരം തനിക്കുണ്ടാവുക എന്ന് വന്നാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? ക്ഷിപ്രകോപിയായ ഭഗവാന്റെ ശാപത്തിനിരയായാൽ പിന്നെ തനിക്ക് എന്തു രക്ഷയാണ് ഉള്ളത്? എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ ദേവൻ തൻ്റെ ആശങ്ക ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു. അല്ലയോ ബ്രഹ്മദേവ, ജ്ഞാനിയായ അവിടുത്തേക്ക് അഹിതമായ വാക്കുകളാണ് ഈയുള്ളവൻ പറയുന്നതെങ്കിൽ എന്നോട് പൊറുക്കേണമേ. പിതൃസമാനനാണ് അങ്ങെനിക്ക്. എങ്കിലും ഇപ്പോൾ അങ്ങ് എന്നോട് ആവശ്യപ്പെട്ട കാര്യം നിവർത്തിച്ചു തരിക ദുഷ്കരം. എൻ്റെ ആയുധങ്ങളെന്ന് കരുതി അഭിമാനിച്ചു പോരുന്ന കരിമ്പുവില്ലും പുഷ്പബാണങ്ങളും ഉപയോഗിച്ച് സ്വപിതാവായ വിഷ്ണു ഭഗവാനിൽ പോലും അനുരാഗം ജനിപ്പിക്കാൻ ഞാൻ കാരണമായി തീർന്നിട്ടുണ്ട്. ശ്രീദേവിയെയും ഭൂമിദേവിയെയും അദ്ദേഹം പാണിഗ്രഹണം ചെയ്തത് അപ്രകാരമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. സകല കലാവല്ലഭയായ സരസ്വതീ ദേവിയെ
അവിടുത്തേക്ക് പ്രാപ്തയാക്കി തന്നതും എൻ്റെ പുഷ്പബാണങ്ങൾ പ്രയോഗിച്ചു തന്നെ. അഹല്യാശാപത്തിന് കാരണമാകും വിധം ദേവേന്ദ്രനെ കാമാതുരതനാക്കി ഭൂമിയിലേക്ക് അയച്ചതും ചന്ദ്രൻ്റെ മനസ്സിളക്കി ഗുരുപത്നിയിൽ ദേവന് താൽപ്പര്യമുണർത്തിയതും ബുധനെന്ന പുത്രന് ജന്മം നൽകുന്നതിന് കാരണഭൂതനായി വർത്തിച്ചതും ഞാൻ തന്നെ. കുലമഹിമയും പാണ്ഡിത്യവുമുള്ള അമരന്മാരായ ദേവതകളെ ഉർവശി മുതലായ അപ്സരസുകളുടെ അടിമകളാക്കി കാമത്തിൻ്റെ നീതി കടിഞ്ഞാണില്ലാത്ത അശ്വത്തെ പോലെയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളതും ഈ ഞാൻ തന്നെ. ദേവ, 3 ലോകങ്ങളിൽ വെച്ച് എൻ്റെ ബാണങ്ങളേറ്റ് മനസ്സ് ചഞ്ചലമാകാത്ത ആരാണുള്ളത്? ബ്രഹ്മജ്ഞാനം നേടിയെന്ന് അഭിമാനിച്ചിരുന്ന വസിഷ്ഠൻ, മരീചി, അഗസ്ത്യൻ, അത്രി, ഗൗതമൻ, കശ്യപൻ തുടങ്ങിയ എത്ര മഹർഷിമാരെ താൽക്കാലികമായെങ്കിലും ചഞ്ചലചിത്തരാക്കാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതൊന്നും തന്നെ എന്നെ അഹങ്കരിപ്പിക്കുന്നില്ല. കാരണം എൻ്റെ പ്രവൃത്തികൾക്കും അതിൻ്റെ പരിണിത ഫലങ്ങൾക്കും കാരണഭൂതയായി വർത്തിച്ചിരുന്ന ശക്തി ആദിപരാശക്തിയായ സാക്ഷാൽ ശങ്കരി തന്നെയാണ്. ദേവന്മാരിലും മഹർഷിമാരിലും ഏതോ നിയോഗത്തിൻ്റെ പ്രേരണയാലാണ് ഞാൻ പ്രവർത്തിച്ചത്. ലോകമാതാവായ പരാശക്തിയുടെ ഇച്ഛയാണ് ത്രിലോകങ്ങളെയും ചലിപ്പിക്കുന്നത്. എന്നിരുന്നാലും ശ്രീശങ്കരനിൽ എനിക്കോ മറ്റാർക്കെങ്കിലുമോ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നോ അതിനവകാശമുണ്ടെന്നോ ഈ ഉള്ളവൻ കരുതുന്നില്ല. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഞാൻ ഭഗവാന് നേരെ എൻ്റെ പുഷ്പശരങ്ങൾ തൊടുക്കുന്നുവെന്ന് തന്നെ കരുതുക. എന്നാൽ അവയൊന്നും ദൃഢചിത്തനായ ശങ്കരനെ തപ്തമാനസനാക്കുമെന്ന് തോന്നുന്നില്ല. മറിച്ച് ഈ അപരാധം ചെയ്തതിൻ്റെ പേരിൽ ഈ ഉള്ളവൻ കഠിനമായി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ബന്ധവിമുക്തനും മോഹവിമുക്തനുമായ ശ്രീ പരമേശ്വരനെ പുഷ്പബാണങ്ങളാൽ ബന്ധിക്കാമെന്ന് കരുതുന്നത് തന്നെ മൗഢ്യം. പരമ്പൊരുളായ ശങ്കര ഭഗവാനെ പുഷ്പശരങ്ങളെയ്ത് അദ്ദേഹത്തിൻ്റെ കോപാഗ്നിക്കിരയായി തീർന്നാൽ ഞാൻ ബാക്കിയുണ്ടാവുകയില്ല. ത്രിപുരാസുരന്മാർ ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ ദേവന്മാരെയും മഹർഷിമാരെയും ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ ആവലാദികളുമായി ചെന്ന ദേവന്മാരിൽ പ്രസാദിച്ച് ശ്രീശങ്കരൻ തൻ്റെ നോട്ടം കൊണ്ട് തന്നെ ത്രിപുരങ്ങളെയൊക്കെയും ഇഷ്ടരക്ഷ ചെയ്ത കഥ മറക്കാറായിട്ടില്ല. മാർക്കണ്ഡേയൻ എന്ന മുനികുമാരൻ്റെ അചഞ്ചലമായ ഭക്തിയിൽ പ്രസാദിച്ച കുമാരൻ്റെ ജീവനെടുക്കാൻ വന്ന യമധർമ്മനെ 3 കണ്ണു തുറന്ന് ഭസ്മമാക്കിയ ആ ഭക്തജന പക്ഷപാതവും മറക്കാനാവുന്നില്ല. ത്രിമൂർത്തികളിൽ പ്രധാനി ആര് എന്ന ചോദ്യത്തെ ചൊല്ലി അങ്ങും ശ്രീനാരായണനും ചപലമായ വാഗ്വാദത്തിൽ ഏർപ്പെട്ടപ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തിൽ അസഹിഷ്ണുവായി തീർന്ന ഭഗവാൻ ഉഗ്രകോപത്തോടെ അവിടുത്തെ ശിരസ്സൊന്ന് നുള്ളിയെറിഞ്ഞതും ഇപ്പോൾ സ്മരണീയമാണ്. ദക്ഷയാഗവേളയിൽ ഭഗവാന്റെ കോപത്തിൻ്റെ തീക്ഷ്ണത എല്ലാവരും കണ്ടും അനുഭവിച്ചും അറിഞ്ഞതാണ്. ശിവകോപം വീരഭദ്രനായി അവതരിച്ചപ്പോൾ വിഷ്ണുദേവനോ അങ്ങേക്കു പോലുമോ ആ അവതാരത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അതേസമയം പാലാഴി മഥന സമയത്ത് കടക്കോലായി ഉപയോഗിച്ച വാസുകി എന്ന സർപ്പം ഛർദ്ദിച്ച കാളകൂട വിഷം സേവിച്ച് ത്രിലോകങ്ങളെയും രക്ഷിച്ച മഹേശ്വരന്റെ കാരുണ്യവും നന്ദിപൂർവം ഓർക്കേണ്ടതാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോന്ന ഉഗ്രശക്തിയോടെ ഒഴുകി വന്ന ദേവഗംഗയെ ത്രിജടയിൽ താങ്ങി നിർത്തി ലോകരക്ഷ ചെയ്തതും ശ്രീ പരമേശ്വരനല്ലാതെ മറ്റാരുമല്ലല്ലോ. ദാരുകവനത്തിലെ
മുനിപത്നിമാരുടെ പാതിവൃത്യ പരീക്ഷണം അങ്ങ് മറന്നുപോയോ? അന്ന് ഗർവിഷ്ഠരായ മഹർഷിമാർ ഭഗവാനെ തന്നെ വെല്ലുവിളിച്ചു. എന്നാൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ അവർ നിയോഗിച്ച മതയാനകളെയും പുലികളെയും യാതൊരായുധങ്ങളും കൂടാതെ തച്ചുകൊന്ന് തോലുരിച്ച് ആടകളായി ധരിച്ച ശ്രീശങ്കരന്റെ പരാക്രമം ഇനിയും ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുണ്ടോ? രാക്ഷസരാജനായ രാവണന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ അയാൾ കൈലാസമെടുത്തുയർത്തിയപ്പോൾ ഭഗവാൻ തൻ്റെ ഇടതുകാൽ കൊണ്ട് ഒന്നമർത്തി പാതാളത്തോളം താഴ്ത്തി അടിയറു പറയിച്ച കഥയും 3 ലോകങ്ങളിലും പാട്ടാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ എരിച്ചു കളയാൻ ശക്തിയുള്ളവനാണ് ഭഗവാൻ. ഭഗവാന്റെ തൃക്കണ്ണിലെ തീപ്പൊരികൾ സർവസംഹാരിയാണ്. അങ്ങനെയുള്ള ഉഗ്രമൂർത്തിയുടെ തപസിളക്കിക്കൊണ്ട് വേണം ഈ ഉള്ളവൻ കരിമ്പു വില്ലുകുലച്ച് പുഷ്പബാണങ്ങൾ എയ്യേണ്ടത്. അതോടെ തീയിൽപ്പെടുന്ന ശലഭത്തെ പോലെ ഞാൻ വെന്ത് വെണ്ണീറാവുമെന്നുള്ളത് ഉറപ്പല്ലേ? അതിനാൽ ഭഗവാന്റെ ഏകാഗ്രമായ തപസ്സിന് ഭംഗം വരുത്തുവാനും അവിടുത്തെ മനസ്സിൽ മാരബാണങ്ങൾ എയ്യുവാനും എന്നെ നിയോഗിക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്നും അങ്ങ് പിന്തിരിയണം. ഇപ്രകാരം വാചാലവും താത്വികവുമായ വാദങ്ങൾ നിരത്തി തൻ്റെ ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മന്മഥൻ ശ്രമിച്ചു നോക്കി. എന്നാൽ ബ്രഹ്മദേവൻ അതുകേട്ട് പിന്തിരിയാൻ തയ്യാറായില്ല. അദ്ദേഹം കാമദേവനെ അനുനയിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അല്ലയോ കാമദേവ, തികച്ചും സത്യസന്ധമായ കാര്യങ്ങളാണ് അങ്ങ് ഉണർത്തിച്ചത്. എന്നാൽ ശൂരപത്മാസുരന്റെ ദുർഭരണത്തിന് വിരാമമിടണമെങ്കിൽ ശങ്കരകൃപ ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മൗനവ്രതവും തപോനിഷ്ഠയും വെടിഞ്ഞ് ഭഗവാൻ പാർവതീദേവിയെ പരിണയിച്ചെങ്കിൽ മാത്രമേ കുമാരസംഭവം സാധ്യമാവുകയുള്ളൂ. പ്രസ്തുത കുമാരൻ വഴി മാത്രമേ ശൂരപത്മാസുരാദികൾക്ക് മരണം സംഭവിക്കുകയുള്ളൂ. അതിന് അങ്ങയുടെ കൈവശമുള്ള പുഷ്പബാണങ്ങൾ തന്നെ നിമിത്തമായേ തീരൂ. ദിവ്യമായ കരിമ്പുവില്ലും മലർബാണവും പോലും ശങ്കരന്റെ ദാനങ്ങളാണ്. അവ ദാതാവിനു നേരെ പ്രയോഗിക്കുന്നതിൻ്റെ അനൗചിത്യം കാമദേവൻ ബ്രഹ്മാവിനെ ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കാമദേവന്റെ വാദങ്ങളുടെ എല്ലാം മുനയൊടിച്ചുകൊണ്ട് ബ്രഹ്മദേവ് തുടർന്ന് സംസാരിച്ചു. സർവജ്ഞനായ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തിൽ ഓരോന്നും സംഭവിക്കുന്നതും നാം ഓരോരുത്തരും ഓരോ കർമ്മങ്ങൾക്ക് നിയോഗിക്കപ്പെടുന്നതും. ഭഗവാന്റെ മൗനനിഷ്ഠയും യോഗനിദ്രയുമെല്ലാം പരമതത്വങ്ങളാണെന്ന് അങ്ങ് അറിയുക. അദ്ദേഹത്തെ ഉണർത്തുന്നതിന് അങ്ങ് നിയോഗിക്കപ്പെടേണ്ടതും അവിടുത്തെ ഇച്ഛ തന്നെ. ഒരിക്കൽ തങ്ങൾ അമരന്മാരെന്ന ചിന്തയിൽ മതോന്മത്തരായ ദേവന്മാരെ ശങ്കരൻ പാഠം പഠിപ്പിച്ച കഥ അങ്ങയ്ക്ക് അറിയില്ലെന്നുണ്ടോ? ദേവന്മാരുടെ അഹങ്കാര ശമനത്തിനായി യക്ഷരൂപം പ്രാപിച്ച ശങ്കരൻ അവർക്ക് മുമ്പിലെത്തി. അദ്ദേഹം ഒരു ചെറിയ പുൽക്കൊടി നുള്ളിയെടുത്ത് അവർക്ക് മുമ്പിലിട്ടുകൊണ്ട് അതൊന്ന് ചലിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വായു, വരുണൻ, അഗ്നി, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം പരിശ്രമിച്ചിട്ടും പരാജിതരായതേ ഉള്ളൂ. എല്ലാ ചലനങ്ങളുടെയും ആധാരമായ ശക്തി ശിവൻ തന്നെയാണെന്ന് ഉദ്ഘോഷിക്കുന്ന എത്രയെത്ര കഥകളാണ് ഇനിയുമുള്ളത്. ഒരേ സമയം മൂർത്തരൂപനും അമൂർത്തരൂപനുമാണ് ഭഗവാൻ ശിവശങ്കരൻ. നാമെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭാവനയ്ക്കൊത്ത് ചലിച്ചും ചിലച്ചും കരഞ്ഞും ചിരിച്ചും കാലം കഴിക്കുന്നവർ. ത്യാഗികൾ പരോപകാരാർത്ഥം സ്വശരീരം തന്നെ ത്യജിക്കുന്നവരാണ്. അങ്ങേക്കിപ്പോൾ കൈവന്നിരിക്കുന്നത് സ്വധർമ്മമനുഷ്ഠിച്ച് ദേവകുലത്തെയും താപസകുലത്തെയും രക്ഷിക്കുന്നതിനുള്ള സുവർണ അവസരമാണ്. ആരും ആവശ്യപ്പെടാതെ തന്നെ അത് നിറവേറ്റിക്കൊടുത്താൽ അത് ഉത്തമമാണ്. ദേവന്മാരുടെയും
മഹർഷിമാരുടെയും നന്മയ്ക്കായിട്ടാണ് അങ്ങ് ശ്രീ പരമേശ്വരനെ മോഹവലയത്തിൽപ്പെടുത്തേണ്ടത്. വേദനിച്ചു വീർപ്പുമുട്ടുന്നവരുടെ ദീനരോദനം അങ്ങ് കേൾക്കുന്നില്ലേ? ഒരുപക്ഷെ ക്ഷിപ്രകോപിയായ ഭഗവാന്റെ കോപത്തിനിരയായി അങ്ങേക്ക് അത്യാപത്ത് വന്നു ചേർന്നേക്കാം. എന്നാൽ ഈ മഹാത്യാഗത്തിലൂടെ അങ്ങ് കാലാതിവർത്തിയായി തീരും. വൃതാസുരനെ വധിക്കുവാൻ ദദീചി മഹർഷി തൻ്റെ നട്ടെല്ലു ദാനം ചെയ്ത ആത്മത്യാഗം വരിച്ച കഥ ഓർമ്മിച്ചാലും ശൂരപത്മാസുരനെ വധിക്കാൻ ശ്രീകുമാരൻ അവതരിക്കണമെന്നുള്ളത് കാലത്തിൻ്റെ നിയോഗമാണ്. അതിനാൽ ശ്രീശങ്കരനെ സജ്ജനാക്കേണ്ടത് കാമദേവനായ അങ്ങു തന്നെയാണ്. ഈ ദൗത്യ നിർവഹണത്തിൽ നിന്നും അങ്ങേക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ച് കാമദേവൻ ബോധവാനായി. എങ്കിലും ശ്രീ പരമേശ്വരനെ നേരിടുന്നതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്നോർത്തപ്പോൾ കാമന്റെ ശരീരം കാറ്റിൽപ്പെട്ട ആലില പോലെ വിറപൂണ്ടു. വീണ്ടും ദുർബലമായ ചില വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ശിവകോപാഗ്നിയിൽപ്പെട്ട് മരിക്കാനാണ് തൻ്റെ വിധിയെങ്കിൽ അങ്ങനെ തന്നെയെന്ന് നനച്ചുകൊണ്ട് കാമദേവൻ ശിവസന്നിധിയിലേക്ക് പോകാനുറച്ചു. ബ്രഹ്മദേവനോട് യാത്ര പറഞ്ഞ് തൻ്റെ കൊട്ടാരത്തിലെത്തിയ മന്മഥൻ സർവാലങ്കാരഭൂഷിതനായി യാത്രയ്ക്ക് തയ്യാറെടുത്തു. കരിമ്പു വില്ലും പഞ്ചശരങ്ങളും എടുത്തു തൻ്റെ ഉടവാളായ കൈതപ്പൂവും അരയിലുറപ്പിച്ച് പച്ചക്കിളികളെ പൂട്ടിയ തെന്നൽ രഥത്തിൽ കാമദേവൻ കയറി. ചന്ദ്രനെ വെൺകൊറ്റക്കുടയായി ചൂടിയും പരിവാരങ്ങളെ പിന്നിൽ അണിനിരത്തിയും യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്ന കാമദേവനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി രതീദേവി അത്ഭുതം കൂറി. എവിടേക്കാണ് ഈ തിടുക്കത്തിലുള്ള യാത്ര എന്നാരാഞ്ഞുകൊണ്ട് ദേവി അടുത്തെത്തി. അറിവുള്ളവളാണല്ലോ കാമപത്നി. കാമമോഹ വാഞ്ഛകൾക്കതീതമായ കൈലാസനാഥനെ മോഹബന്ധനാക്കാനുള്ള പ്രിയതമന്റെ പുറപ്പാട് പാഴ്ശ്രമമാണെന്നറിയുന്ന ദേവി അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദൃഢചിത്തനാണ് തൻ്റെ പതിയെന്ന് മനസ്സിലായപ്പോൾ ദേവി പറഞ്ഞു, നാഥ, രതിമന്മഥന്മാരെന്നറിയപ്പെടുന്ന നാം സാഹസികമായ എല്ലാ ഉദ്യമങ്ങളിലും എന്നും ഒരുമിച്ച് നിന്നിട്ടുള്ളവരാണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കുകയും വേണം. അങ്ങയുടെ ഭാഗ്യനിർഭാഗ്യങ്ങളിലെല്ലാം ഞാനും ഭാഗമാകേണ്ടവളാണ്. അതിനാൽ അങ്ങയോടൊപ്പം ഞാനും വരികയാണ്. ഇപ്രകാരം രതിമന്മഥന്മാർ യാത്ര ചെയ്ത് ശിവസവിധമായ കൈലാസത്തിൻ്റെ താഴ്വരയിൽ എത്തിച്ചേർന്നു. പരിവാരങ്ങളെ അവിടെ വിട്ട് പത്നിയോടൊപ്പം രഥത്തിൽ നിന്നിറങ്ങിയ മന്മഥൻ കരിമ്പുവില്ലും പുഷ്പശരങ്ങളുമേന്തി കൈലാസ ശൃംഖത്തിലേക്ക് നടകൊണ്ടു. എന്നാൽ കൈലാസ പാർശ്വത്തിലെത്തിയ കാമദേവന് പ്രസരിപ്പില്ലാതെ ശബ്ദകോലാഹലങ്ങളില്ലാതെ തികഞ്ഞ മൗനത്തിലാണ്ടുകിടന്ന പരിസരം കണ്ടപ്പോൾ ഉൾക്കിടിലമുണ്ടായി. ശ്രീ പരമേശ്വരൻ്റെ മൗനവ്രതത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ പ്രകൃതി പോലും സ്വയം കരുതിയിരിക്കുന്നു. ചെടികൾ പുഷ്പിച്ചിട്ടില്ല, പക്ഷികൾ പാടുകയോ മാൻകൂട്ടങ്ങൾ തുള്ളിക്കളിക്കുകയോ ചെയ്യുന്നില്ല. എങ്ങും ഉണർവും ഉന്മേഷവും നഷ്ടപ്പെട്ട ജീവജാലങ്ങളുടെ കാഴ്ച മാത്രം. എല്ലാം കഠിന മൗനത്തിലാണ്ടിരിക്കുന്ന ഭഗവാന്റെ തപോനിഷ്ഠയ്ക്ക് ഭംഗം വരാതെ കാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ താനാകട്ടെ ഭഗവാനെ യോഗനിദ്രയിൽ നിന്നുണർത്താനും അദ്ദേഹത്തിൽ ആസക്തി വളർത്താനും എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ബ്രഹ്മാദിദേവന്മാരുടെ സങ്കടവും ഭീഷണിയും, മറുവശത്ത് ശ്രീ പരമേശ്വരനോടുള്ള ഭയവും ഭക്തിയും. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ തൻ്റെ വിധിയെ പഴിച്ച് കാമദേവൻ അല്പസമയം ആകുലചിത്തനായി നിന്നുപോയി. ഒടുവിൽ ദേവഹിതത്തിനായി തൻ്റെ ദൗത്യം നിറവേറ്റാൻ തന്നെ അദ്ദേഹം തീരുമാനിക്കുന്നു. വിറപൂണ്ട കൈകൾ കൊണ്ട് കരിമ്പുവില്ലു കുലച്ച് കാമദേവൻ ആവനാഴിയിൽ നിന്നും മലർശരങ്ങൾ
ഓരോന്നായി എടുത്ത് പ്രകൃതിയുടെ നേർക്ക് അയച്ചു. അതോടെ ചെടികളും മരങ്ങളും പൂത്തുലഞ്ഞു. എങ്ങും കരിവണ്ടുകളുടെ ആഹ്ലാദാരവം നിറഞ്ഞു. പുഷ്പാലങ്കൃതമായ വാടികളിൽ നിന്നും പക്ഷികൾ മധുരമായി പാടി. മാനുകൾ തുള്ളിക്കളിച്ച് ഉല്ലസിച്ചു. മയിലുകൾ ആനന്ദ നൃത്തം ചെയ്തു. ചുരുക്കത്തിൽ മയക്കത്തിൽ നിന്നുണർന്ന പ്രകൃതി കൈലാസ പരിസരത്തെ മുഗ്ധമാക്കി. കൈലാസ കവാടത്തിൽ ഭഗവാന്റെ തപസ്സിന് കാവൽ നിന്നിരുന്ന നന്ദികേശൻ പ്രകൃതിക്കുണ്ടായ ഈ ഭാവവ്യത്യാസങ്ങൾ കണ്ട് പരിഭ്രാന്തനായി. ഒടുവിൽ ഇവയെല്ലാം കാമദേവന്റെ ചാതുര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വർദ്ധിച്ച കോപത്തോടെ അദ്ദേഹം തൻ്റെ കയ്യിലെ ദണ്ഡ് ചുഴറ്റി ഹുങ്കാര ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേൾക്കെ ഭയസംഭ്രമങ്ങളോടെ പ്രകൃതി വീണ്ടും നിശ്ചലാവസ്ഥയെ പ്രാപിച്ചു. പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളുമെല്ലാം പൂർവാവസ്ഥയിലായി. മന്മഥന്റെ പുഷ്പശരം നന്ദികേശന്റെ ഉഗ്രകോപത്തിനു മുമ്പിൽ ശക്തി ക്ഷയിച്ച് ആവനാഴിയിൽ തിരിച്ചെത്തി. കാമദേവനാകട്ടെ തൻ്റെ അന്ത്യമടുത്തുവെന്ന് തീർച്ചയാക്കി. ആലില പോലെ വിറച്ചുകൊണ്ട് ദേവൻ നന്ദികേശ്വരൻ്റെ പാദങ്ങളിൽ അഭയം തേടി. തുടർന്ന് തൻ്റെ ഉദ്യമം എന്തായിരുന്നുവെന്ന് സവിസ്തരം അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ധർമ്മസങ്കടത്തിൽപ്പെട്ട് വലയുന്ന കാമദേവന്റെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ നന്ദി അദ്ദേഹത്തോട് ക്ഷമിച്ചു. ഭഗവാന്റെ കാവൽക്കാരനായ നന്ദിയുടെ മുമ്പിൽ തന്നെ അപമാനിതനും പരാജിതനുമായ തനിക്കെങ്ങനെ ശ്രീ പരമേശ്വരനെ നേരിടാനാകുമെന്നോർത്തപ്പോൾ തന്നെ കാമദേവന് വർദ്ധിച്ച ദുഃഖവും ലജ്ജയും തോന്നി. എന്നാൽ ദേവകുലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും തന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നോർത്തപ്പോൾ അദ്ദേഹം വീണ്ടും ആർജിത വീര്യനായി. മന്മഥൻ നന്ദിദേവനോട് ഇപ്രകാരം പറഞ്ഞു: ദേവ, ശ്രീ പരമേശ്വരൻ ജ്വലിക്കുന്ന അഗ്നികുണ്ഡത്തിനു തുല്യനാണ്. അദ്ദേഹത്തോട് അടുക്കുന്നത് ആത്മനാശത്തിനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുക സാധ്യമല്ല. അതിനാൽ ആ ഗംഗാധരൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ അനുവദിച്ചാലും. ഭഗവത് സന്നിധിയിലേക്ക് ആരെയും കടത്തിവിടാൻ പാടില്ല എന്നാണ് ശ്രീ പരമേശ്വരൻ്റെ കൽപ്പന. എന്നാൽ ഇപ്പോൾ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് കാമദേവനെ അങ്ങോട്ട് കടത്തിവിടേണ്ടതിൻ്റെ ആവശ്യകത നന്ദിദേവന് ബോധ്യപ്പെട്ടു. ഭഗവാന്റെ ധ്യാനവും കാമദേവന്റെ ദൗത്യവും പ്രകൃതി കൽപ്പിതങ്ങൾ തന്നെയാണെന്ന് നന്ദിദേവൻ ആശ്വസിച്ചു. അതിനാൽ പശ്ചിമ പ്രാകാര ദ്വാരത്തിൽ കൂടി ശിവസന്നിധിയിലേക്ക് പ്രവേശിച്ചു കൊള്ളാൻ അദ്ദേഹം കാമദേവനെ അനുവദിച്ചു. നന്ദിദേവന് നന്ദി പറഞ്ഞുകൊണ്ട് രതീദേവിയുമൊത്ത് തൻ്റെ കർത്തവ്യ നിർവഹണത്തിനായി കാമദേവൻ യാത്ര തിരിച്ചു. ശിവശങ്കരനിൽ പ്രകൃതിവാസന ഉണർത്തുന്നതിന് മന്മഥനെ നിയോഗിച്ചയച്ച ശേഷം ബ്രഹ്മാദിദേവന്മാർ ദേവലോകത്ത് ഒത്തുകൂടി. തങ്ങളുടെ പ്രവൃത്തിയുടെ അനന്തരഫലം എന്തായി തീരുമെന്നറിയാൻ അവരിൽ ആകാംക്ഷ വളർന്നു. കൈലാസഗിരിയിൽ ചെന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങൾ നേരിൽ വീക്ഷിക്കുന്നതിന് അവർ തീർച്ചപ്പെടുത്തി. പൂർവകൽപ്പിതമായ വിധിയെ വരിക്കുന്നതിനെന്നോണം ശിവസന്നിധിയിലെത്തിയ കാമദേവൻ പേരാൽ ചുവട്ടിൽ തപോനിഷ്ഠയിൽ മുഴകിയിരിക്കുന്ന ശിവശങ്കരന്റെ ദിവ്യദർശനത്തിൽ ബോധമറ്റവനായി നിലം പതിച്ചു. പരിഭ്രാന്തയായ രതീദേവി തൻ്റെ പ്രിയതമനെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തി ഉത്തരീയം കൊണ്ട് വീശി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അല്പസമയത്തെ പരിചരണം കൊണ്ട് ബോധം വീണ്ടെടുത്ത കാമദേവൻ മെല്ലെ കണ്ണു തുറന്നു. അദ്ദേഹം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ
ഭയക്രാന്തനായി വിറപൂണ്ടുകൊണ്ട് തൻ്റെ പത്നിയോട് ഇപ്രകാരം പറഞ്ഞു: ദേവി, ശ്രീ പരമേശ്വരൻ്റെ തൃക്കൺ പതിക്കുന്ന മാത്ര ഞാൻ ഒരു പിടി ചാരമായി തീരുന്നതാണ് എന്നു കരുതി എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ബ്രഹ്മാദിദേവന്മാർ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എനിക്ക് കാക്കേണ്ടതായിട്ടുണ്ട്. കടമ നിർവഹണത്തിനിടയിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ അത് മഹത്തരമായി കരുതണമല്ലോ. എൻ്റെ ആത്മത്യാഗത്തിലൂടെ ദേവഗണങ്ങൾക്കും മഹർഷീശ്വരന്മാർക്കും അവർ അനുഭവിച്ചു വരുന്ന നരകയാതനയിൽ നിന്നും മോചനം കിട്ടുമെങ്കിൽ ഞാൻ ധന്യനായി. ഇതുവരെ ചഞ്ചലചിത്തനായിരുന്ന മന്മഥനല്ല ഇപ്പോൾ സ്വബോധം വീണ്ടെടുത്ത് കർത്തവ്യ നിർവഹണത്തിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. താൻ ചെയ്യാൻ പോകുന്നത് ശിവനിന്ദയായിരിക്കാം, എന്നാൽ അതുകൊണ്ട് ത്രിലോകങ്ങൾക്കും മംഗളം സംഭവിക്കുന്നുവെങ്കിൽ എൻ്റെ ജന്മം സഫലം തന്നെയെന്ന് കാമദേവൻ നിശ്ചയിച്ചു. അദ്ദേഹം ദൃഢചിത്തനായി കരിമ്പു വില്ലു കുലച്ച് പുഷ്പശരങ്ങൾ ഓരോന്നായി ഭഗവാന്റെ പാർശ്വഭാഗം ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു. തൻ്റെ ആവനാഴിയിലുണ്ടായിരുന്ന സകല മോഹാസ്ത്രങ്ങളും ലക്ഷ്യം പിഴയ്ക്കാതെ ഭഗവാന്റെ തിരുമാറിൽ തന്നെ പതിക്കുന്നത് കണ്ടപ്പോൾ കാമദേവൻ ഒന്ന് ചിരിച്ചു. അതോടെ മഹാദേവന്റെ തപോനിഷ്ഠയ്ക്ക് ഭംഗം സംഭവിച്ചു. ഹരേ കൃഷ്ണ. തൻ്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം സംഭവിച്ചതിന് കാരണം എന്തെന്നറിയാൻ ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൃക്കൺ തുറന്നു. 1000 സൂര്യന്മാരുടെ ചൂടും ചൂരും ആവാഹിച്ച ആ തിരുനെറ്റിയിൽ നിന്നും പുറത്തേക്ക് പ്രവഹിച്ച അഗ്നികിരണങ്ങളേറ്റ് കാമദേവന്റെ ശരീരം ഞൊടിയിടയിൽ കർപ്പൂരക്കട്ട പോലെ കത്തിയെരിഞ്ഞു. കൈലാസം മുഴുവൻ പുകപടലം കൊണ്ട് മൂടി. അവിടെ കത്തിക്കരിഞ്ഞു ചാമ്പലായത് കേവലം മന്മഥനെന്ന ദേവൻ മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തെ നിയോഗിച്ച പ്രപഞ്ച നിയന്താതാവായ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ പ്രലോഭിപ്പിക്കാമെന്ന് വ്യാമോഹിച്ച സകല ദേവന്മാരുടെയും അഹങ്കാരം കൂടിയായിരുന്നു. കാമദേവൻ കത്തിയെരിഞ്ഞതോടെ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചിരുന്ന കാമമെന്ന വികാരം കേവലം ഒരു പിടി ചാരമായി തീർന്നു. ക്ഷുദ്രജീവികളെക്കാൾ അപകടമേറിയതാണ് കാമം അഥവാ മോഹം എന്ന വികാരം. ആ കാമത്തെയാണ് ഭഗവാൻ ദഹിപ്പിച്ചു കളഞ്ഞത്. ലോകത്തിലെ ഏത് ആയുധങ്ങളെക്കാളും ശക്തിയേറിയ ഒന്നാണ് ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും പുറത്തു വരുന്ന അഗ്നിജ്വാലകൾ. കാമദേവന്റെ ദൗത്യം പരാജയപ്പെട്ടതും അദ്ദേഹം ശിവകോപത്തിനിരയായി ജീവത്യാഗം ചെയ്തതും കണ്ട് ദേവന്മാർ ഞെട്ടിവിറച്ചു. കേവലം കാമബാണങ്ങൾ കൊണ്ട് പരാശക്തിയായ ഭഗവാനെ ബന്ധിപ്പിക്കാമെന്ന് വ്യാമോഹിച്ചവർക്കെല്ലാം ശക്തമായ തിരിച്ചടിയായി തീർന്നു. എല്ലാവർക്കുമുള്ള താക്കീതായി കാമദേവന്റെ ദഹനം. ശ്രീ പരമേശ്വരൻ ത്രിപുരങ്ങളെ ദഹിപ്പിച്ച കഥ സുപ്രസിദ്ധമാണ്. അന്ന് പുരങ്ങളെരിഞ്ഞപ്പോഴും തൻ്റെ ഭക്തരെ ആ കാരുണ്യമൂർത്തി കൈവടിഞ്ഞില്ല. അവർ സുരക്ഷിതരായി വർത്തിച്ചു. അതുപോലെ തന്നോട് അപരാധം പ്രവർത്തിച്ച കാമദേവനെ ദഹിപ്പിച്ചപ്പോഴും കാമദേവന്റെ പാർശ്വത്തിൽ നിന്നിരുന്ന രതീദേവിയെ ആപത്തു കൂടാതെ ഭഗവാൻ കാത്തുരക്ഷിച്ചു. നിരപരാധികളെ ഭഗവാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഏതാപത്തിൽ നിന്നും അവർ സുരക്ഷിതരായി പുറത്തുവരും. എങ്കിലും ദേവകാര്യ നിർവഹണത്തിനായി സ്വന്തം പതി വെന്തെരിഞ്ഞ ശേഷം താൻ മാത്രം രക്ഷപ്പെട്ടതിൽ രതീദേവിക്ക് തെല്ലും ആശ്വസിക്കാൻ കഴിഞ്ഞില്ല. 3 ലോകങ്ങളിലെയും സകല ജീവികളിലും ജീവിതാസക്തി പകർന്നു പോന്നിരുന്ന രതിമന്മഥന്മാരിൽ ഇനി അവശേഷിക്കുന്നത് താൻ മാത്രം.
ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം തനിക്ക് സംഭവിച്ചിരിക്കുന്നു. വിധവയാക്കപ്പെട്ട രതീദേവി ഹൃദയവേദനയോടെ വിലപിച്ചു. ശിവനിന്ദ ചെയ്യാൻ തന്നെ പ്രേരിപ്പിക്കരുതെന്നും അത് തൻ്റെ ജീവൻ എടുക്കുമെന്നും കാമദേവൻ ദേവന്മാരോട് അപേക്ഷിച്ചതാണ്. എന്നാൽ അവർ തൻ്റെ പ്രിയതമനെ പ്രീണിപ്പിച്ചും ഭയപ്പെടുത്തിയും ഈ സാഹസത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. അതിനാൽ ബ്രഹ്മാദി ദേവന്മാരാണ് തൻ്റെ പതിയുടെ മരണത്തിന് കാരണക്കാരെന്ന് രതീദേവി കുറ്റപ്പെടുത്തി. പിന്നെയും ദേവി ഓരോന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടേയിരുന്നു. മരണമടഞ്ഞ പതിയുടെ ജഡശരീരം പോലും കാണാൻ സാധിക്കാത്ത ഞാൻ എത്ര പാപിയാണ്. സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവനാണത്രേ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വെച്ചു തന്നെ തൻ്റെ കാന്തന് ഈ ദുർഗതി സംഭവിച്ചല്ലോ. ബ്രഹ്മാദി ദേവന്മാരുടെ സ്വാർത്ഥതയുടെ ഇരയായിപ്പോയി അദ്ദേഹം. ദേവനിന്ദയെന്ന പാപത്തെയും ബ്രഹ്മശാപത്തെയും ഭയന്നാണ് എൻ്റെ പതി ഈ ദൗത്യത്തിന് പുറപ്പെട്ടത്. അദ്ദേഹം ചെയ്യാൻ മുതിർന്നത് ഒരു കുറ്റകൃത്യമാണെങ്കിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചവരാണ് കൂടുതൽ ശിക്ഷ അർഹിക്കുന്നത്. അവരാകട്ടെ ഒന്നും അറിയാത്തവരെ പോലെ നിസ്സംഗതരായി മാറി നിൽക്കുന്നു. നിരപരാധിയായ എൻ്റെ ഭർത്താവ് കൊടും ശിക്ഷ ഏറ്റുവാങ്ങി ഒരു പിടി ചാരമായി ഒടുങ്ങി. ഇതാണോ 3 ലോകങ്ങളിലും പ്രശംസിക്കപ്പെടുന്ന ദേവനീതി? ഇതാണോ സർവജ്ഞാനിയായ ശിവശങ്കരൻ്റെ ശ്രുതജന വാത്സല്യം? ഇങ്ങനെ വിരഹവിതുരയായി ഓരോന്നു പറഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്ന രതീദേവിയെ ബ്രഹ്മദേവനും ദേവേന്ദ്രനും മറ്റു ദേവന്മാരും സ്വാന്തനിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ദേവിയുടെ കണ്ണുനീരടങ്ങിയില്ല. അപ്പോൾ നന്ദി ഭഗവാൻ ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രതീദേവി, ഏതൊരു കാര്യത്തിനും പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കും. പരമാത്മാവായ ഭഗവാന്റെ ഇച്ഛയാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനാധാരം. അവിടുത്തെ മനോഗുണങ്ങൾ പരമരഹസ്യമാണെങ്കിലും അവ ലോകക്ഷേമാർത്ഥം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. നാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത് ഈശ്വരഹിതത്തിൻ്റെ ചെറിയ ഒരു അംശം മാത്രം. നിഗൂഢമായി വർത്തിക്കുന്നതോ അതിൻ്റെ 1000 ഇരട്ടിയും. പ്രപഞ്ചത്തിലെ സൂക്ഷ്മ ചലനങ്ങൾ പോലും ഭഗവാന്റെ ഇംഗിതത്തോടു കൂടിയേ നടക്കൂ. ഇവിടെ കാര്യവും കാരണവുമെല്ലാം ആ മായാമയൻ മാത്രം. കാലദോഷഭാവ മഹിമകളും പ്രവൃത്തി, ശുദ്ധി, അശുദ്ധി, സ്ഥിരത, അസ്ഥിരത, ജനന മരണങ്ങൾ ഇവകളും ഭഗവാന്റെ വാസനകൾ തന്നെ. സൃഷ്ടിസ്ഥിതി സംഹാരാദി ഗുണങ്ങളുടെ ഏകാത്മാവായി വർത്തിക്കുന്നവനാണ് ശ്രീ പരമേശ്വരൻ. ഭഗവത് സന്നിധിയിൽ അനങ്കനായി തീർന്ന നിന്റെ പതിയും അതിന് കാരണഭൂതരായി കാണപ്പെട്ട ദേവാദികളും വാസ്തവത്തിൽ ഈശ്വരഹിതത്തെ നടത്തുക മാത്രമാണ് ചെയ്തത്. ശിവസന്നിധാനത്തിൽ നടന്നത് കാമദേവന്റെ ശരീരദഹനമല്ലായിരുന്നു. അത് കാമത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ദഹനമായിരുന്നു. ശ്രുതജന വത്സലനായ ഭഗവാൻ പരമേശ്വരനെ അഭയം പ്രാപിക്കൂ. അദ്ദേഹത്തെ സംപ്രീതനാക്കിയാൽ തീർച്ചയായും ദേവിയുടെ പതിക്ക് ഭഗവാൻ പുനർജന്മം നൽകി അനുഗ്രഹിക്കും. ദേവിയുടെ വൈദവ്യം മാറുകയും ചെയ്യും. ജ്ഞാനപ്പൊരുളായ ശ്രീ പരമേശ്വരൻ്റെ സേവകനാകാൻ തികച്ചും യോഗ്യൻ തന്നെയെന്ന് നന്ദിദേവൻ തെളിയിക്കുന്നതായിരുന്നു ജ്ഞാനവും സാന്ത്വനവും പകരുന്ന അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. നന്ദികേശൻ്റെ ഉപദേശം ശ്രവിച്ച് ശാന്തചിത്തയായി തീർന്ന രതീദേവി തൻ്റെ ഭർത്താവിന് പുനർജന്മം നേടിക്കൊടുക്കുന്നതിനായി രതീദേവി ഭഗവത് പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് തപസ് ആരംഭിച്ചു. ഹരേ കൃഷ്ണ. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കണം. ഇന്ന് ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗം കൂടി ഞാൻ ഇട്ടിരുന്നു.
എന്തുകൊണ്ടാണ് അങ്ങനെ നിയോഗിക്കാനുള്ള കാരണം? ദേവന്മാരുടെ ആ ബുദ്ധിമുട്ട്, ശൂരപത്മാസുരൻ്റെ പ്രശ്നങ്ങൾ, കുമാരജനനം എങ്ങനെ സംഭവ്യമാകുമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുമെല്ലാം ആ വീഡിയോയിലുണ്ട്. കേൾക്കാത്തവർ ആ വീഡിയോയും കൂടെ കേൾക്കണം. എങ്കിൽ മാത്രമേ ഈ കഥകൾ പൂർണ്ണമാവുകയുള്ളൂ. എല്ലാവർക്കും കഥകൾ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. അമ്മ മഹാമായയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.